ടീച്ചേഴ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. HST നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 വരികയാണ്. ടീച്ചേഴ്സ് അക്കാദമി മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലേക്കുള്ള പുതിയ ബാച്ചുകൾ ജനുവരി 2 ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇന്ന് നമുക്ക് HST ഇംഗ്ലീഷ് സിലബസ് ഒന്ന് പരിചയപ്പെടാം. ഇംഗ്ലീഷ് സിലബസിൽ നിലവിലുള്ള PSC HST ഇംഗ്ലീഷ് സിലബസിൽ 8 മൊഡ്യൂളുകളാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ജനർ വൈസ് പോയട്രി, ഡ്രാമ, പ്രോസ് ആൻഡ് ഫിക്ഷൻ, ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ടേംസ്, ലിംഗ്വിസ്റ്റിക്സ്, ഫൊനറ്റിക്സ്, ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്, മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്, ബേസിക് ഗ്രാമർ, ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്നിവ അടങ്ങുന്ന 8 മൊഡ്യൂളുകളാണ് നിലവിലുള്ള സിലബസിൽ ഉള്ളത്. ആദ്യത്തെ 4 ചിലപ്പോൾ സിലബസിൽ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ പ്രകടമായ മാറ്റങ്ങളില്ല എങ്കിലും മാറ്റത്തിന് സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ച് പോയിട്രി, ഡ്രാമ, പ്രോസ് ആൻഡ് ഫിക്ഷൻ, ലിറ്റററി ക്രിറ്റിസിസത്തിൽ ആദ്യ ഭാഗം, അവയ്ക്കൊക്കെ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ്. മൊഡ്യൂൾ 6 മുതൽ മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്, ബേസിക് ഗ്രാമർ, ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഇവയിലൊന്നും തന്നെ ലിംഗ്വിസ്റ്റിക്സ്, ഫൊനറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് അതിലൊന്നും തന്നെ അത്ര പ്രകടമായ മാറ്റങ്ങൾ കാണാൻ സാധ്യതയില്ലാത്തതാണ്. കാരണം അതെല്ലാം തന്നെ നമുക്ക് വളരെ ഫെമിലിയറായ, ഏവർക്കും തന്നെ അറിയുന്നതുമായ ഏരിയയും കൂടിയായിരിക്കും അത്. പ്രത്യേകിച്ച് ബേസിക് ഗ്രാമർ, ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് അതിലൊന്നും അത്രയും കണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസും വെറുതെ പരിശോധിച്ച് നോക്കാം. ആദ്യം പോയട്രി നോക്കാം. ഇപ്പോൾ പോയട്രി സെക്ഷനിൽ ഏകദേശം ഒരു 22 പോയിൻറ്റ്സ് ആണ് കാണാനാവുക. അതിന് ഷേക്സ്പിയറുടെ നമ്മൾ സോണറ്റ് നമ്പർ 121 ആണ്. അതിൽ വേറെ ഏത് സോണറ്റ് നമ്പർ ആവാം. പിന്നീട് മെറ്റഫിസിക്കൽ പോയറ്റ്സിൽ നമുക്ക് വേണമെങ്കിൽ സിലബസിൽ അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ പോയട്രി മൊഡ്യൂളിൽ ചിലപ്പോൾ ബ്രിട്ടീഷ് പോയട്രി എന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോയട്രി ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് പോയട്രി ആ സെക്ഷനിൽ നമ്മൾ ഷേക്സ്പിയർ തുടങ്ങി WVH വരെയാണ്. ഇപ്പോൾ ഷേക്സ്പിയർ സോണറ്റ് നമ്പർ 121. മെറ്റഫിസിക്കൽ പോയറ്റ്സിൽ ജോൺ ഡണ്ണിൻ്റെ എ വാലിഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് ആണ്. പിന്നീട് മിൽട്ടൺ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, വില്യം വേർഡ്സ്വർത്തിൻ്റെ ടിൻ ആൻഡ് ആപ്പി ലൈൻസ്, ദെൻ ഷെല്ലീസ് ടു എ സ്കൈലാർക്ക്, Keats' Ode on a Grecian Urn, then Alfred Tennyson's Ulysses, Browning's My Last Duchess, Arnold's Dover Beach, then WVH's A Prayer for My Daughter. ഇവയൊക്കെയാണ് ബ്രിട്ടീഷ് പോയട്രിയായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. പിന്നീട് നമുക്ക് അമേരിക്കൻ പോയട്രി സെക്ഷനിലേക്ക്. അമേരിക്കൻ പോയട്രി നമുക്ക് വേണമെങ്കിൽ സില്വിയ പ്ലാത്ത്, റോബർട്ട് ഫ്രോസ്റ്റ്, എമിലി ഡിക്കിൻസൺ ഒക്കെ തന്നെ വളരെ ഫെമിലിയറായ പോയംസാണ് നിലവിലുള്ളത്. ഡാഡി, ഹോം ബറിയൽ, ബിക്കോസ് ഐ കുഡ് നോട്ട് സഫേർഡ് എന്നിവയാണ്. പിന്നീട് നമുക്ക് കാണാനാവാം ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിൽ. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിൽ രവീന്ദ്രനാഥ് ടാഗോർ, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, എ പീസ് ഫ്രം ഗീതാഞ്ജലി ലൈക്ക് ദാറ്റ്. ദെൻ നിസിം Ezekiel's Night of the Scorpion, and Kamaladas introduction, then A.K. Ramanujan's Obituary. ഈ വിഭാഗം ഇത്തരം പോയംസാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇംഗ്ലീഷിൽ കാണാനാവുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ എന്നെല്ലാം പറയും. ന്യൂ ഇംഗ്ലീഷ് ലിറ്ററേച്ചേഴ്സ് വിഭാഗത്തിൽപ്പെടുത്താവുന്നത് വോൾസോയിയുടെ ടെലിഫോൺ കോൺവെർസേഷൻ, ആൻഡ് മീന അലക്സാണ്ടേഴ്സ് ഹൗസ് ഓഫ് 1,000 Doors, then Margaret Atwood's This is a Photograph of Me, then David Dabb's Africa, ജാക്ക് ഡാവിസ് അബോറിജിനൽ ഓസ്ട്രേലിയ. ഇത്തരം കവിതകളാണ് നമുക്ക് കാണാനാവുക.
നെക്സ്റ്റ് മൊഡ്യൂൾ ഇപ്പോൾ പോയട്രി ഒക്കെ നിങ്ങൾ സാധാരണ രീതിയിലൊരു പോയട്രിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് സാധാരണ നമുക്ക് ഇനി സിലബസൊക്കെ തന്നെ കുറേ മാറ്റങ്ങളുണ്ടെങ്കിലും പോയറ്റ്സൊക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കാം. പക്ഷേ പോയംസിൻ്റെ ടൈറ്റിൽ ഒക്കെ എന്തായാലും സോഷ്യോ ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പോയറ്റിക് ഫോംസ്, പോയറ്റിക് ഡിവൈസസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം കൃത്യമായിട്ട് സിലബസ് പഠിച്ച് അല്ലെങ്കിൽ സിലബസ് കേന്ദ്രീകരിച്ച് മാത്രമേ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടുവരുന്നത്. കൃത്യമായിട്ട് ഹൗ മെനി ലൈൻസ് ആർ ഇൻ ദ പോയം, അതായത് ഏതെങ്കിലും ഒരു പോയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രാമയുടെ സമ്മറിയൊക്കെ വായിച്ചിട്ട് നിങ്ങൾ പിന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തിയാൽ വലിയൊരു റിസൾട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കൃത്യമായ സിലബസ് കേന്ദ്രീകരിച്ച് ഈച്ച് ആൻഡ് എവരി പോയംസ് തറവായിട്ട് പഠിച്ചു വെച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവേണ്ടത് എന്നാണ് കൃത്യമായിട്ട് സിലബസ് അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഡ്രാമയാണ്. അപ്പോൾ ഡ്രാമയിൽ നമുക്ക് തന്നെ മാറ്റം വരുന്നുണ്ടാവും. ഇപ്പോൾ ഷേക്സ്പിയർ മാക്ബത്തിൻ്റെ ചിലപ്പോൾ ഒന്നല്ലോ ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു വർക്കായിരിക്കാം. ട്രാജഡി പെട്ടതോ ഇതാവാം. ഇപ്പോൾ ഷെറിഡാൻ സ്കൂൾ ഫോർ സ്കാൻഡലാണ്. ഓസ്കാർ വൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്. ഇബ്സൻസ് എ ഡോൾസ് ഹൗസ്. Bernard Shaw's Pygmalion. Then James Sings Riders to the Sea. Samuel Beckett's Waiting for Godot. Then in American drama sectionലായിട്ട് നമുക്ക് നോക്കാം ഈ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ദെൻ ടെന്നസി വില്യംസ് ദ ഗ്ലാസ് മെനാജറി. ദെൻ ഇന്ത്യൻ ഡ്രാമയിൽ നമുക്ക് ഗിരീഷ് കർണാസ് നാഗമണ്ഡല. ഇതടങ്ങുന്ന ഒരു 10 plays അടങ്ങുന്നതാണ് ഡ്രാമ മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നമുക്ക് പ്രോസ് ആൻഡ് ഫിക്ഷൻ നോക്കാം. പ്രോസ് ആൻഡ് ഫിക്ഷനിലൊരു 6 പ്രോസ് പീസസ് ആണുള്ളത്. പിന്നീട് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ഫ്രാൻസിസ് ബേക്കൺസ് ഓഫ് സ്റ്റഡീസ്, റിച്ചർഡ് സ്റ്റീലീസ് ദ ട്രംപറ്റ് ക്ലബ്, ഗാർഡിനേഴ്സ് ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്, E.M. Forsyth ഓൺ ടോളറൻസ്, ദെൻ റസൽസ് ഫങ്ഷൻ ഓഫ് എ ടീച്ചർ, ദെൻ ഡോക്ടർ രാധാകൃഷ്ണൻസ് ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസസ്. ഇതെല്ലാം പ്രോസ് പീസസ് ആയിട്ട് വരുന്നത്. നോവൽ സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ ഒരു 6 നോവൽസ് വരുന്നത്. Wuthering Heights by Emily Bronte, then Animal Farm by George Orwell, then Ernest Hemingway's The Old Man and the Sea, then Shashi Deshpande's Roots and Shadows, then Arundhati Roy's The God of Small Things, then Toni Morrison's The Bluest Eye. ഇവയിലാണ് നോവൽ സെഷനിൽ വരുന്നത്. നെക്സ്റ്റ് മൊഡ്യൂളിൽ ലിറ്റററി ക്രിറ്റിസിസം ഇൻ ടേംസ് ആണ്. സാധാരണ രീതിയിൽ നിങ്ങൾക്ക് പരിചയമുള്ള എസ്സേസും ടേംസും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേം M.H. എബ്രാംസിൻ്റെ ഗ്ലോസറി ലിറ്റററി ടേംസ് കൃത്യമായിട്ട് പഠിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് സിലബസ്. പിന്നീട് ഇന്ത്യൻ ഈസ്തറ്റിക്സിൽ നമുക്ക് ടേംസ് രസ, ധ്വനി, ടെക്സ്റ്റ് എന്ന നിലയ്ക്ക് ലിറ്റററി ക്രിറ്റിക്സിൽ അരിസ്റ്റോട്ടിൽസ് പോയറ്റിക്സ്, വേർഡ്സ് ഓഫ് പ്രിഫേസ് ലിറിക്കൽ ബാലഡ്സ്, ദെൻ കോട്സ് ബയോഗ്രഫി ലിറ്റററി ചാപ്റ്റർ നമ്പർ 14, ദെൻ ആർണർസ് എ സ്റ്റഡി ഓഫ് പോയിട്രി, then Eliot's Tradition and Individual Talent, then Ferdinand de Saussure's Nature of the Linguistic Sign, then Showalter's Towards a Feminist Poetry. ഇവയെല്ലാം ലിറ്റററി ടെക്സ്റ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെക്സ്റ്റുകൾ എന്ന് നമുക്ക് രീതിയിൽ പഠിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് നമുക്ക് ലിറ്റററി ടേംസ്. ലിറ്റററി ടേംസ് ഒന്നും പിന്നീട് സിലബസിൽ വലിയ മാറ്റം ഉണ്ടെങ്കിലൊന്നും വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടേംസായിട്ട് ക്ലാസിസിസം, നിയോ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, ഹ്യൂമനിസം, റിയലിസം, മാജിക്കൽ റിയലിസം, നാച്ചുറലിസം, സിംബലിസം, ഇവയ്ക്ക് മൂവ്മെൻ്റായിട്ട് നമുക്ക് റഷ്യൻ ഫോർമലിസം, മാർക്സിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, then psychoanalytic criticism, feminism, post-colonialism, modernism and postmodernism. ഇവയ്ക്കാണ് മൂവ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ദീസ് ആർ ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് എഡിഷൻ ഓഫ് M.H. Abrams എ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ്. നമുക്ക് നെക്സ്റ്റ് നമുക്ക് കാണുന്നത് ലിംഗ്വിസ്റ്റിക്സ്, ഫെനറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്. വളരെ ഫെമിലിയറായി നമുക്ക് ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സിമാൻറ്റിക്സ്, ദെൻ ലാങ് ആൻഡ് പരോൾ, competence and performance, organs of speech, classification of speech sounds, stress, rhythm, intonation, transcription. Then history of language, Indo-European family of languages, then loan words, Latin, Scandinavian, French, Indian, then Englishes,
അമേരിക്കൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ ആൻഡ് ആഫ്രിക്കൻ. ഇതെല്ലായിരുന്നു ലിംഗ്വിസ്റ്റിക്സ്, ഫൊനറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് എന്ന സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് നമുക്ക് പിന്നെ എങ്ങനെ പറയും, ഫൊനറ്റിക്സ് എന്ന സെക്ഷനിൽ അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫൊനറ്റിക്സിൽ നമുക്ക് ഓർഗൻസ് ഓഫ് സ്പീച്ച്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ. പിന്നെ ഫൊണോളജിയിലേക്ക് നമുക്ക് ഈ സ്ട്രെസ്, റിതം, ഇൻറ്റോണേഷൻ, നമ്മൾ പറയാം ഈ പ്രൊസറ്റിക് ഫീച്ചേഴ്സ് അല്ല സുപ്രാസെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ എന്നെല്ലാം ഏരിയയിൽ പെടുത്താം. പിന്നീട് മോർഫോളജി നമുക്ക് വേർഡ് ഫോർമേഷൻ പോലുള്ള സെക്ഷൻ വരാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ നോക്കും. മോഡേൺ ഇംഗ്ലീഷ് യൂസേജാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആണ് കാര്യങ്ങൾ. സെൻറ്റൻസ് കറക്ഷൻ. ഇപ്പോൾ ബേസിക് ഗ്രാമർ എന്ന നെക്സ്റ്റ് മൊഡ്യൂളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ ഈ സെൻറ്റൻസ് കറക്ഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വൊക്കാബുലറി, സിനോണിമസ്, സിന്റോണിംസ്, ഗിവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്സ്, ദെൻ ലാംഗ്വേജ് ഫങ്ഷൻസ് സച്ച് ആസ് അഗ്രീയിങ്, കംപ്ലെയിൻ, ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്, ദെൻ വേർഡ് ഓർഡർ, appropriate sentence order, idioms, then passage for comprehension. സാധാരണ രീതിയിൽ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഏരിയയിൽ വരുന്നതാണ് ഇതെല്ലാം. നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ വരുന്നത് ബേസിക് ഗ്രാമർ. ബേസിക് ഗ്രാമർ ചെയ്യുന്നുണ്ടോ? എല്ലാവരും വളരെ ഫെമിലിയർ ആണ്. ആർട്ടിക്കിൾസ്, പൊസിഷൻസ്, ക്ലോസസ്, ടെൻസസ്, ഫ്രേസൽ വെർബ്സ്, കൺജങ്ഷൻസ്, റിപ്പോർട്ടഡ് സ്പീച്ചസ്, വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ്. ഇതിൽ കുറേ കൂടെ നിങ്ങൾ ഈ ക്ലോസസും ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസും കൺജങ്ഷനൊക്കെ കുറേ കൂടെ ഒന്ന് നമ്മൾ ആഴത്തിലേക്ക് പഠിച്ചെടുക്കണം മാത്രമേ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ബേസിക് ഗ്രാമറായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഉണ്ടാകുക. നോക്കൂ, ലാസ്റ്റ് മൊഡ്യൂളായിട്ട് നമ്മൾ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയും. ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഇതൊന്നും നമ്മൾ മാറാൻ പോകുന്നില്ല. പുതിയ എഡീഷനൊക്കെ വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ സ്കൂൾ ഓഫ് തോട്ട്സ് ഇൻ സൈക്കോളജി എന്നൊക്കെ നമ്മൾ പറയുന്നത്, ബിഹേവിയറിസം, കോഗ്നിറ്റീവിസം, കൺസ്ട്രക്റ്റിവിസം എല്ലാം പറയുന്നത്. പിന്നെ നിങ്ങൾ LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, സ്കിൽസ് ആൻഡ് സബ് സ്കിൽസ് എന്നെല്ലാം പറയുന്നത്. പിന്നീട് നിങ്ങൾ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്, അക്വിസിഷൻ ലേണിംഗ് തിയറീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റീഫൻ ക്രാഷിനെ പോലെ ആളുകൾ, ക്രഷിൻ്റെ 5 ഹൈപ്പോത്തസിസുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നീട് നിങ്ങൾ ഒന്ന് വരുന്നത് മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് എന്ന് പറയുന്നത്, ഗ്രാമർ ട്രാൻസ്ലേഷൻ, ഓഡിയോ ലിങ്കൽ, ഡയറക്റ്റ് മെത്തേഡ്, സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ബൈലിംഗൽ മെത്തേഡ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് നമ്മൾ സൈലൻറ്റ് വേ ഒക്കെ പഠിച്ച സൈലൻറ്റ് വേ, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, ഇതെല്ലാം വരുന്നത്. പിന്നീട് യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ICT, ദെൻ ടീച്ചിങ് ഓഫ് പ്രോസ്, പോയട്രി ആൻഡ് ഗ്രാമർ, ദെൻ ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ, നമ്മൾ അസസ്മെൻറ്റ്, ഇവാലുവേഷൻ, അസസ്മെൻറ്റ് എന്ന് പറയുന്നതിൽ, ദെൻ ലേണർ ടൈപ്സ് എന്ന് നമ്മളൊരു ഓഡിറ്ററി ലേണർ എന്നൊക്കെ പറയുന്ന സെക്ഷൻ പഠിച്ച, വിഷ്വൽ എല്ലാം പറയുന്നത്, കനിസ്തെറ്റിക്സ് എന്നൊക്കെ പറയുന്ന ഏരിയ. ദെൻ ടീച്ചിങ് ലേണേഴ്സ് വിത്ത് ഡിസബിലിറ്റി, നമ്മൾ പറയുക ഡിസ്ഗ്രാഫിയെ പോലുള്ള ലാംഗ്വേജായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിസബിലിറ്റിയെ കുറിച്ച് പറയുന്നു. പിന്നീട് NCF, KCF, ഇവർക്ക് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിനെ കുറിച്ച് എന്തൊക്കെയാണ് വിശദീകരിക്കും. ഇതൊക്കെയാണ് ഈ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൽ. അവസാനത്തെ 4 മൊഡ്യൂളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് തുടങ്ങാം, പഠിച്ചു തുടങ്ങാം. ഇപ്പോഴേ കൃത്യമായ രീതിയിൽ വളരെ ചിട്ടയോടുകൂടി ഒരു പരിശീലനം മാത്രമാണ് ഒരു നല്ല റാങ്കിലേക്ക് നമ്മൾ എത്തിക്കുകയുള്ളൂ എന്നാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കിയാൽ നമുക്ക് കാണാം. ചിട്ടയായ പഠനം എങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കാനാവുന്നതാണ്. ടീച്ചേഴ്സ് അക്കാദമി വളരെ സമഗ്രമായ രീതിയിലുള്ള ഒരു പരിശീലനമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്ലാസ് കഴിഞ്ഞ ഉടനെ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സാണ് ഓഫർ ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സിന് ശേഷം കൃത്യ പ്രിൻ്റഡ് നോട്ട്സ്, അത് കഴിഞ്ഞ ശേഷം MCQ ഡിസ്കഷനാണ്. ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് വരെ ഒരു സിംഗിൾ ഡേ അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. എക്സാമിനേഷന് മുമ്പ് തന്നെ നമുക്ക് ഏകദേശം ഒരു 25 മാർക്സ് ഒക്കെ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അവസാനത്തെ 4 മൊഡ്യൂളുകൾ, കാരണം അത് ഗ്രാമർ സെക്ഷനൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം. എക്സാമിനേഷന് പോകുന്ന മുമ്പ് തന്നെ നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും കൃത്യമായിട്ട്. ഏകദേശം കോഴ്സ് പോയിട്ട് ഒരു ടോട്ടൽ നമ്പർ ഓഫ് മോർ ദാൻ 3500 MCQs എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം. HST ഇംഗ്ലീഷിൽ
ഉയർന്ന മാർക്കുകൾ കരസ്ഥമാക്കാൻ ടീച്ചേഴ്സ് അക്കാദമി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോ വരുന്നതുവരെ നമസ്കാരം.